So moving on to chapter number 11, probability. So നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്നൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. നമ്മൾ 11th 12th പഠിച്ചിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇതിനകത്തും കവർ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം കുറച്ച് ബേസിക് പ്രോബബിലിറ്റി എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റത്തെയാണ് ടോസിങ് ഓഫ് എ കോയിൻ. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം രണ്ട് പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ഐദർ യു ക്യാൻ ഗെറ്റ് എ ഹെഡ് ഓർ യു ക്യാൻ ഗെറ്റ് എ ടെയിൽ. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കോയിൻസ് വരാറുണ്ട്. വൺ ഇസ് കോൾഡ് ആസ് ബയാസ്ഡ് കോയിൻ, അതർ വൺ ഇസ് കോൾഡ് ആസ് അൺബയാസ്ഡ് കോയിൻ. അൺബയാസ്ഡ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് വരാനുള്ള പോസിബിലിറ്റിയും ടെയിൽ വരാനുള്ള പോസിബിലിറ്റിയും 1/2 ആയിരിക്കും. അതേസമയം ബയാസ്ഡ് കോയിൻ ആണെങ്കിൽ ചിലപ്പം ഹെഡ് വരാനുള്ള പോസിബിലിറ്റി ലൈക്ക് 0.3യും ടെയിൽ വരാനുള്ള പോസിബിലിറ്റി 0.7 അങ്ങനെയൊക്കെ വരുന്ന കേസാണ് ബയാസ്ഡ് കോയിൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജഡ്ജ്മെൻറ്റ് ഭയങ്കര ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, വേറൊരു എക്സാമ്പിളാണ് ത്രോയിങ് ഓഫ് ഡൈസ്. അപ്പോൾ ഡൈസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്, റൈറ്റ്? സോ 1 2 3 4 5 6 എന്ന 6 ഫേസസ് ആണ് നമുക്കുള്ളത്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എനി ഓഫ് ദീസ് ഫേസസ് ഈസ് 1/6. ഇനി നമ്മൾ പ്ലേയിങ് കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് 52 കാർഡ്സ് ആണ്. സോ ഈ 52 കാർഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: റെഡ് കാർഡ്സ് ആൻഡ് ബ്ലാക്ക് കാർഡ്സ്. റെഡ് കാർഡ്സ് 26 നമ്പേഴ്സ് ഉണ്ട്, ബ്ലാക്ക് കാർഡ്സ് എന്ന് പറയുന്നതും 26 നമ്പേഴ്സാണ്. സോ ഇഫ് ദേ ആർ ആസ്കിങ് ഫോർ ദ പ്രോബബിലിറ്റി ഓഫ് എ റെഡ് കാർഡ് എന്ന് പറയുന്നത് 26/52 അല്ലെങ്കിൽ 1/2 ആയിരിക്കും. സിമിലർലി പ്രോബബിലിറ്റി ഓഫ് എ ബ്ലാക്ക് കാർഡ് എന്ന് പറയുന്നത് 26/52 ഓർ 1/2 ആയിരിക്കും. ഓർ ഇഫ് യു ലുക്ക് അറ്റ് എനി ഓഫ് ദീസ്, റെഡിൽ തന്നെ നമുക്ക് ഡയമണ്ട് സിമ്പലും വരാം അല്ലെങ്കിൽ ഹാർട്ട് സിമ്പലും വരാം. സോ ഡയമണ്ടും 13 ആയിരിക്കും, ഹാർട്ടും 13 ആയിരിക്കും. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡയമണ്ട് കാർഡ് എന്ന് പറയുന്നത് 1/4 ആയി മാറും. ഓക്കെ, സിമിലർലി ബ്ലാക്ക് കാർഡ്സിനകത്ത് വരുന്ന രണ്ട് സിമ്പിൾസാണ്, വൺ ഇസ് സ്പേഡ് ആൻഡ് അതർ വൺ ഇസ് ക്ലബ്. ഇനി 13 കാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ എയ്സ് 1 2 3, എയ്സ് കഴിഞ്ഞാൽ പിന്നെ 2 ആണ് വരുന്നത്. സോ 2 3 4 5 6 7 8 9 10, അത് കഴിഞ്ഞാൽ പിന്നെ ജെ ക്യു കെ, ഇതാണ് നമ്മുടെ കാർഡ്സിൻ്റെ ലേബിൾസ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കാർഡ്സിനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. സോ കമ്മിങ് ടു ദ പ്രോബബിലിറ്റി ഡെഫിനിഷൻ, ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റിയുടെ ബേസിക് ഡെഫിനിഷൻ. ഇനി നമ്മൾ പ്രോബബിലിറ്റി തിയറിയിലോട്ട് പോകുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റത്തെയാണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സ്പെരിമെൻ്റ് ആണോ അതിൻ്റെ കറക്റ്റ് ഔട്ട്കംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അതിനാണ് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ടോസിങ് എ കോയിൻ 5 ടൈംസ്, അല്ലെങ്കിൽ ഒരു ഡെക്ക് ഓഫ് കാർഡ്സിൽ നമ്മളൊരു കാർഡ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡൈ നമ്മൾ ടോസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റ്സിനകത്താണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ വി ഹാവ് സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിൾ ഔട്ട്കംസ് വരാം. ഇപ്പോൾ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെഡും ടെയിലും വരാം. സോ ദീസ് ആർ 2 സാമ്പിൾ സ്പേസസ്. ഓക്കെ, സിമിലർലി ഇപ്പോൾ നമ്മളൊരു ഡൈ എറിയുവാണെങ്കിൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. സോ ദീസ് ആർ ദ സാമ്പിൾ സ്പേസസ് ഓഫ് ഡൈ. ഇനി നമ്മളൊരു സാമ്പിൾ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വൺ ഓഫ് ദ പോസിബിൾ ഔട്ട്കംസ്. ഇപ്പം നമുക്ക് ഹെഡ് കിട്ടാനുള്ള പോസിബിലിറ്റി, ലൈക്ക് ഹെഡ് കിട്ടി, സോ അതൊരു സാമ്പിൾ പോയിൻ്റാണ്. സോ ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓർ ദ സെറ്റ് ഓഫ് സാമ്പിൾ പോയിൻറ്റ്സ് നമുക്ക് പറയാം. ഓക്കെ, ഇനി വരുന്നൊരു ടേമാണ് ഇവൻറ്റ്. ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 or more ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവൻറ്റ് ക്യാൻ ബി ജസ്റ്റ് 1 ഔട്ട്കം. ഇപ്പം ഒരു കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് ടെയിൽ കിട്ടാനുള്ള പോസിബിലിറ്റി, അതൊരു ഇവൻ്റാണ്. അല്ലെങ്കിൽ ഒരു ഡൈക്കകത്ത് നമ്മൾ 5 വരാനുള്ള പോസിബിലിറ്റി, ദാറ്റ് ഈസ് എൻ ഇവൻറ്റ്. ഇനി ചില ഇവൻറ്റിനകത്ത് മോർ ദാൻ 1 ഔട്ട്കം വരാം. ഫോർ എക്സാമ്പിൾ ദ നമ്പർ ഇൻ എ ഡൈ ഈസ് ഗ്രേറ്റർ ദാൻ 2, അല്ലെങ്കിൽ ഒരു ഓഡ് നമ്പർ വരാനുള്ള പോസിബിലിറ്റി, ഈവൻ നമ്പർ വരാനുള്ള പോസിബിലിറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസിനകത്ത് ഒന്നിൽ കൂടുതൽ സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇവൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, അതർ വൺ ഈസ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവൻറ്റുകൾ ഒരു ഇവൻറ്റ് മറ്റൊരു ഇവൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു, ഫസ്റ്റ് ടൈം നമുക്ക് ഹെഡ് കിട്ടി, സെക്കൻഡ് ടൈം ഹെഡ് കിട്ടി, തേർഡ് ടൈം ഹെഡ് കിട്ടി, അങ്ങനെയാണെങ്കിൽ 4th ടൈം ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ദ പ്രീവിയസ് വൺ. അതാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്. ഓക്കെ, ദെൻ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഫക്റ്റഡ് ബൈ ദ പ്രീവിയസ് ഇവൻറ്റ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് ഉണ്ട്, അതിൽ നിന്ന് നമ്മളൊരു കാർഡ് ഡ്രോ ചെയ്തു. ഓക്കെ, വാട്ട് ഈസ് ദ പോസിബിലിറ്റി ദാറ്റ് ഇസ് എ റെഡ് കാർഡ് എന്ന് ചോദിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് 1/2. ഓക്കെ, പക്ഷേ ഒരു കാർഡ് ഞാൻ മാറ്റിയതിന് ശേഷം
അടുത്ത കാർഡ് ഞാൻ എടുക്കുവാണെങ്കിൽ പ്രോബബിലിറ്റി 26/52 ആയിരുന്നത് ഇപ്പോൾ എത്രയായി മാറി? അത് ആ 52 എന്നുള്ളത് 51 മാറി. എൻ്റെ ആദ്യത്തെ റെഡ് കാർഡ് ആണെങ്കിൽ മറ്റേത് 25/51 എന്നായി മാറി. ഓക്കെ, സോ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പ്രീവിയസ് ഇവൻറ്റ്. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ്സ്. സോ ഇതിൽ തന്നെ രണ്ട് കേസസ് വരും. വൺ ഇസ് വിത്ത് റീപ്ലേസ്മെൻറ്റ്, അനദർ വൺ ഈസ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാർഡിനെ തിരിച്ച് ഡെക്കിനകത്ത് വയ്ക്കുന്നു. സോ അങ്ങനെ കാർഡിനകത്ത് വെക്കുകയാണെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റായി മാറി. കാരണം എന്താ, നമുക്ക് സപ്പോസ് വേറൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ഒരു ബോക്സിനകത്ത് നമുക്ക് 5 ബോളുണ്ട്. ഓക്കെ, സോ 5 റെഡ് ബോളും ഒരു 5 വൈറ്റ് ബോളും ഉണ്ടെന്നിരിക്കട്ടെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ബോൾ എടുത്തു. അപ്പോൾ നമുക്കൊരു റെഡ് ബോളാണ്, വൈറ്റും ബ്ലാക്കും ആണെന്നിരിക്കട്ടെ. സോ ആദ്യത്തെ നമുക്ക് എടുത്തപ്പോൾ ഒരു ബ്ലാക്ക് ബോൾ കിട്ടി. സോ അതിൻ്റെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ആയിരുന്നു. ഓക്കെ, ഇനി ഞാനിപ്പോൾ രണ്ടാമത്തെ കേസ് എടുക്കുന്നത്, ഞാൻ ആ ബോളിനെ തിരിച്ച് വെച്ചു കഴിഞ്ഞാൽ അടുത്തൊരു വൈറ്റ് ബോൾ ആവാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അതേസമയം ഞാൻ തിരിച്ച് വെക്കാതിരുന്നു കഴിഞ്ഞാലോ ആ പോസിബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ അതാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. പിന്നെ വരുന്നൊരു ടേമാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് ഇവൻറ്റ്സും നമുക്ക് ഒരുമിച്ച് കിട്ടത്തില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന്, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ടേണിംഗ് ലെഫ്റ്റ് ഓർ റൈറ്റ്, അല്ലെങ്കിൽ ഗെറ്റിംഗ് ഹെഡ് ഓർ ടെയിൽ, അല്ലെങ്കിൽ ഗെറ്റിംഗ് കിങ് ഓർ ഏസ്. ഇതൊക്കെ എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഈസ് കോൾഡ് എക്സ്ഹോസ്റ്റീവ് ഇഫ് ഓൾ ദ ഇവൻറ്റ്സ് ടുഗദർ മേക്ക് ദ എൻറ്റയർ സാമ്പിൾ സ്പേസ്. ഓക്കെ, എല്ലാ ഇവൻറ്റ്സും കൂടെ ഒരുമിച്ച് ഈ സാധനം ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എക്സ്ഹോസ്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് ഞാനൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ എന്താ, നമ്മളിപ്പം ഒരു ഡൈ നമ്മൾ ടോസ് ചെയ്തു. ഒരു ഡൈ നമ്മൾ ടോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പല സാമ്പിൾ സ്പേസ് വരുന്നുണ്ട്. 1 2 3 4 5 6 ഇത്രയും കേസസ് വരുന്നുണ്ട്. സോ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ. ഓക്കെ, അപ്പോൾ ഓഡ് നമ്പർ കിട്ടാനുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 3 5 ആണ്. ഈവൻ നമ്പർ കിട്ടാനുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 2 4 6 ആണ്. സോ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പോസിബിലിറ്റിയും കൂടെ ഒരുമിച്ച് നമ്മൾ എഴുതുന്നതാണ്. സോ അതിനകത്ത് നമുക്ക് 1 2 3 4 5 6 എല്ലാം വരും. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നൊരു കൺസെപ്റ്റാണ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്. ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈക്വൽ പോസിബിലിറ്റി ആയിരിക്കും നടക്കാനുള്ളത്. ഓക്കെ, എക്സാമ്പിൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അപ്പോൾ ഈ രണ്ട് സാധനത്തിനും കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പല ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if an experiment with n exhaustive, mutually exclusive and equally likely outcomes, m outcomes are favorable to the happening of the event E, then probability P of happening of E is given by P is equal to m/n. ഓക്കെ, ഈ വേർഡിങ്സ് അതേപടി തന്നെ പഠിക്കണം. അപ്പോൾ ഇവൻറ്റുകൾ ഏത് ടൈപ്പ് ആവണമെന്നാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്കൽ ഡെഫിനിഷനകത്ത് നമ്മൾ എക്സ്ഹോസ്റ്റീവ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്, ഈ 3 കേസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതെടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് m/n എന്നാണെന്ന് പറയുന്നത്. സോ ദാറ്റ് പി ഈസ് ടേംഡ് ആസ് ദ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ പി ഓഫ് ഇ എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി m/n ആണ്. ഓക്കെ, സോ സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ദറ്റ് ഇവൻറ്റ് ഈസ് ഹാപ്പനിങ്, ആൻഡ് ക്യാപിറ്റൽ പി ഓഫ് ഇ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്നത് എത്ര തവണ ആ ഒരു ഇവൻറ്റ് നടന്നു എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ആക്സിയോംസ് ഓഫ് പ്രോബബിലിറ്റി. ആക്സിയോമാറ്റിക് അപ്രോച്ചിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടേംസ് അല്ലെങ്കിൽ 3 കണ്ടീഷൻസാണ് നമ്മൾ പറയുന്നത് പ്രോബബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ഒന്ന്, പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. രണ്ടാമത്തെ, പ്രോബബിലിറ്റി ഓഫ് ദ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. മൂന്നാമത്തത്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ മറ്റൊരു ഇവൻറ്റ് നടക്കത്തില്ല. അങ്ങനത്തെ ഇവൻറ്റ്സ് ആണെങ്കിൽ probability of occurrence of either A or B, that is denoted as P of A union B, that is equal to P of A plus P of B. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ 3 കൺസെപ്റ്റ്, അതായത് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ, ആക്സിയോമാറ്റിക് അപ്രോച്ചും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്, ഈ 3 സാധനവും കൂടെ 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കുറച്ച് ഫാക്റ്റുകളാണ്. പ്രോബബിലിറ്റി പി ഓഫ് ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റ് ഇസ് നോൺ ആസ് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, ആൻഡ് പ്രോബബിലിറ്റി ക്യൂ ഓഫ് നോട്ട് ഹാപ്പനിങ് ദ ഇവൻറ്റ് ഇസ് കോൾഡ് ആസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ.
പിയും ക്യൂവും നോൺ നെഗറ്റീവ് ആയിരിക്കും, എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെ ഇടയിലായിരിക്കും വാല്യൂസ് വരിക. പിന്നെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എൻ ഇവൻറ്റ് ഓൾവേസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, പിന്നെ ഒരു ഇവൻറ്റ് നടക്കത്തില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 7 in a ഡൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ബിറ്റ്വീൻ 0 and 7 എന്ന് പറയുന്നത് 1 ആയിരിക്കും, ബിക്കോസ് ദാറ്റ്സ് എ ഷുവർ ഇവൻറ്റ്. ഓക്കെ, ഷുവർ ഇവൻറ്റിൻ്റെ പോസിബിലിറ്റി 1-ഉം ഒരു നടക്കാൻ സാധ്യതയില്ലാത്തൊരു ഇവൻറ്റിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ദ നമ്പർ m ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു എൻ ഇവൻറ്റ് cannot be greater than the total number of outcomes. അത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതായത് ഒരു ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 6 പോസിബിലിറ്റീസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു 7ാമത്തെ ഒരു പോസിബിലിറ്റി 7/6 എന്നൊക്കെ പറഞ്ഞൊരു കേസ് നമുക്ക് ഒരിക്കലും വരത്തില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്ന കുറച്ച് കൺസെപ്റ്റുകളാണ്, സെറ്റ് തിയറിയുടെ ബേസിക്സ് ആണ്. സോ അതിലോട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം ഞാൻ പറയാം. സോ കമ്മിങ് ടു വെൻ ഡയഗ്രാം. ഓക്കെ, വെൻ ഡയഗ്രാം എന്ന് പറയുന്നൊരു പിക്ടോറിയൽ റിപ്രസെൻറ്റേഷനാണ്. നമുക്ക് സെറ്റിനെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനായിട്ട് മാർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. സോ ഇപ്പം ഒരു ഇവൻറ്റ് നടക്കാൻ, ഒരു എ എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടക്കാനുള്ള പോസിബിലിറ്റിയാണ് ഈ കംപ്ലീറ്റ് ബ്ലൂ സർക്കിൾ കാണിക്കുന്നത്. ബി എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടക്കാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഈ കംപ്ലീറ്റ് മജന്ത സർക്കിൾ കാണിക്കുന്നത്. സോ ഇതിൻ്റെ നടുക്ക് വരുന്ന ഒരു വയലറ്റ് പോർഷൻ, അതാണ് എ ഇൻ്റർസെക്ഷൻ ബി, അതായത് ഇത് രണ്ടും കൂടെ ചേർന്ന് വരാനുള്ള പോസിബിലിറ്റി. ഓക്കെ, സോ ഇതാണ് വെൻ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ, അതായത് രണ്ട് ഇവൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സർക്കിൾസും തമ്മിലൊരു പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, സോ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് യൂണിയൻ, ഇൻ്റർസെക്ഷൻ. യൂണിയൻ എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് ഏരിയ രണ്ടും കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്യും. എയും വരാം, ബിയും വരാം, എന്നിട്ട് ഇടയ്ക്കുള്ള ഏരിയയും വരാം, എല്ലാം വരാം. ഓക്കെ, ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ എയുടെയും ബിയുടെയും ഇടയിലുള്ള ഏരിയ മാത്രമായിരിക്കും. ഡിസ്ജോയിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എയും ബിയും സെപ്പറേറ്റ് സർക്കിൾസ് ആയിട്ടിരിക്കും. ആൻഡ് ദെൻ വി ഹാവ് ഡിഫറൻസ്. എ മൈനസ് ബി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്ന സാധനം. ആൻഡ് ദിസ് ഇസ് കോംപ്ലിമെൻറ്റ്. സോ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കേസാണ് നമ്മൾ സെറ്റായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റയർ നമ്പർ സിസ്റ്റമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു യൂണിവേഴ്സിൽ നിന്നും നമ്മുടെ സെറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സാധനമാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഈവൻ റിലേഷൻസ്. ഇനി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അഡിറ്റീവ് ലോ എന്ന് പറയുന്നത്. സോ രണ്ട് ഇവൻറ്റ്സ് എ ബി എന്ന് പറഞ്ഞ രണ്ട് ഇവൻറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും നടക്കാനുള്ള പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരുമ്പോഴത്തേക്ക് യൂഷ്വലി പി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞായിരിക്കും തരുന്നത്. ആൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എയും ബിയും കൂടെ ഒരുമിച്ച് നടക്കാനുള്ള പോസിബിലിറ്റി. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി നമ്മളൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ മറ്റൊരു ഇവൻറ്റ് നടക്കത്തില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ടൊരു ഇവൻറ്റ് നടക്കത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിൽ ബി ഈക്വൽ ടു 0. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ലോ പറയുന്നത് രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ കേസിലാണ്. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇനി നമുക്ക് യൂഷ്വലി പ്രോബ്ലംസിലൊക്കെ ഒരു കോമ്പിനേറ്ററിക്സിൻ്റെ ബേസിക് ഫോർമുല നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് NCR. NCR ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n-1 ഫാക്ടോറിയൽ. ഇറ്റ്സ് ആക്ച്വലി n-r ഫാക്ടോറിയൽ. ഓക്കെ, സോ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. സോ ലൈക്ക് ഒരു കുറച്ച് ബേസിക് പ്രോബ്ലംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ബാക്കിയുള്ളത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ ഇൻ എ ത്രോ ഓഫ് കോയിൻ? ഓക്കെ, സോ നമുക്കറിയാം ഒരു കോയിൻ എറിയുവാണെങ്കിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. സോ വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് എ ടെയിൽ? ടെയിൽ ഇസ് 1/2 അല്ലെങ്കിൽ 50%. ഇനി ഒരു ഈവൻ നമ്പർ വരാനുള്ള പോസിബിലിറ്റി ഇൻ എ ഡൈ, അതും 50%. ഒരു ബാഗിനകത്ത് 6 വൈറ്റ് ബോളും ഉണ്ട്, 9 ബ്ലാക്ക് ബോൾസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലാക്ക് ബോൾ വരാനുള്ള പോസിബിലിറ്റി. സോ ടോട്ടൽ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 6 + 9 15 ആണ്. അതിൽ ബ്ലാക്ക് ബോൾസ് ഉള്ളത് 9 ആണ്. സോ പോസിബിലിറ്റി ഈസ് 9/15. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഹോഴ്സ് എ വിന്നിങ് ദ റേസ് ഇസ് 1/5, അതായത് പി ഓഫ് എ ഇസ് 1/5, പ്രോബബിലിറ്റി ഓഫ് ഹോഴ്സ് ബി വിന്നിങ് ദ സെയിം റേസ് ഇസ് 1/6, അതായത് പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അങ്ങനെയാണെങ്കിൽ
വൺ ഓഫ് ദ ഹോഴ്സ് വിൽ വിൻ ദ റേസ്. വൺ ഓഫ് ദ ഹോഴ്സ് വിൽ വിൻ ദ റേസ് എന്ന് പറഞ്ഞാൽ ഐദർ എ വിൻസ് ഓർ ബി വിൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഒന്നെങ്കിൽ എ ജയിക്കാം അല്ലെങ്കിൽ ബി ജയിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോസിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഓക്കെ, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, പക്ഷേ ഇവിടെ ഒന്ന് ജയിക്കുമ്പോൾ മറ്റൊരാൾ ജയിക്കത്തില്ല, കാരണം ഒരു റേസാണ്. റേസിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജയിക്കത്തില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ദാറ്റ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഓക്കെ, സോ അത് വെച്ചിട്ട് നമുക്കിവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇതുപോലത്തെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ട് വരുന്ന മൊത്തം. സോ ലൈക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മെയിനായിട്ടും ഈ പറയുന്ന അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, അതുപോലെ കുറച്ച് കോമ്പിനേറ്ററിക്സ്. എൻ സി ആർ ഇസ് ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മുടെ എൻ്റയർ പ്രോബ്ലംസ് ഓഫ് പ്രോബബിലിറ്റി മൊത്തം റൺ ചെയ്യുന്നത്. ഓക്കെ.